നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്തൊരു ഹൃദ്യമാണത് കേൾക്കാൻ. ലോകത്ത് ദൈവത്തിൻ്റെ പല സമാന്തര സങ്കല്പങ്ങളുണ്ട്. ആരും ദുഃഖം ചുമക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ആരും ദുഃഖം ചുമക്കാമെന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ദുഃഖം ചുമക്കാം. നിൻ്റെ ദുഃഖമേ. ഇപ്പോൾ പോയിട്ട് ഈ പരീക്ഷയ്ക്ക് 4 പ്രാവശ്യം എഴുതി തോറ്റുപോയി, അത് ദുഃഖമല്ലേ? അത് ഞാൻ ചുമന്നോളാന്ന്. IIT അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളും ഇല്ലേ, അതിൻ്റെ ദുഃഖമല്ലേ? നിൻ്റെ ഭർത്താവ് ഇന്ന് വരെ ആത്മാർത്ഥമായി നിന്നെ നോക്കി സംസാരിക്കാത്തതും അത് നിൻ്റെ ദുഃഖമല്ലേ? അത് ഞാൻ ചുമന്നോളാവുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളപ്പോൾ ഒരു വസ്ത്രം കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് നിൻ്റെ ദുഃഖമല്ലേ? അത് ഞാൻ ചുമന്നോളാവുന്നു. ദാറ്റ് മീൻസ് ഐ വിൽ ബെയർ യു. ഞാൻ നിന്നെ വഹിക്കാമെന്നാണ് പറയണത്. ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. ഞാൻ നിന്നെ എൻ്റെ വലതുകരത്തിൽ, എൻ്റെ വിജയകരമായ വലതുകരത്തിൽ താങ്ങി നിർത്തും. എന്തുകൊണ്ടാണ്? നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്. Isaiah 43:10 ഇതാണ്. നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നി. ജീവിതത്തിൽ തോറ്റുപോയവർ, ജോലിയില്ലാതെ തോറ്റുപോയവർ, വിവാഹം നടക്കാതെ തോറ്റുപോയവർ, കുഞ്ഞുങ്ങളില്ലാതെ തോറ്റുപോയവർ, പറമ്പില്ലാതെ തോറ്റുപോയവർ, പഠിച്ചിട്ടും തലയിൽ കയറാതെ തോറ്റുപോയവർ, ഓരോ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് തോറ്റുപോയവർ, ഒരു ജീവിത പങ്കാളിയെ മനസ്സിലത്ത് കണ്ടാൽ തോറ്റുപോയവർ, ജീവിതത്തിലെല്ലാം തോറ്റുപോയവർ, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്നും, അപ്പനിൽ നിന്നും, അമ്മയിൽ നിന്നും, മക്കളിൽ നിന്നോ ഒരു സ്നേഹവും സന്ധിപ്പും കിട്ടാമെന്നല്ല തോറ്റുപോയവരുണ്ട്. ഈ തോറ്റുപോയവരെല്ലാം നോക്കിക്കൊണ്ടാണ് പറയണത്, എൻ്റെ ജയിച്ച ഒരു കരമുണ്ടെന്ന്, നിന്നെ മെനഞ്ഞ ഒരു കരമുണ്ട്. ഐ വിൽ അപ്ഹോൾഡ് യു. ഞാൻ നിന്നെ താങ്ങിയെടുക്കും ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. എൻ്റെ വിജയകരമായ വലത് കരത്തിൽ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴും. നിൻ്റെ വാഗ്ദാനമാണിതെല്ലാം. Isaiah 40:10 വാഗ്ദാനമാണ് കർത്താവ്. ഈ നിൻ്റെ വിജയകരം പാപത്തെ ജയിച്ച് ജീവനെ പുനരുദ്ധരിച്ച് സാത്താനെ തച്ചുടച്ച് നിൻ്റെ വലതുകരം ഇപ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ മക്കളെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിതത്തിൽ തോറ്റുപോയ എല്ലാ മക്കളുടെ മേലും വിജയത്തിൻ്റെ വലിയ കരങ്ങളിലേക്ക് കർത്താവിനെ സമർപ്പിക്കുകയാണ്. കർത്താവ്, വിദ്യാഭ്യാസ മേഖലകൾ, ജീവിത മേഖലകൾ, പാർപ്പിട മേഖലകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മേഖലകൾ, ജീവിത സ്വപ്നങ്ങൾ, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്തോ ആ മേഖലകളിലെല്ലാം കർത്താവ് ഇപ്പോഴ് എവിടെ ഏതെല്ലാം മേഖലകളിൽ തോറ്റുപോയോ, ജോലി കർത്താവ് ഏതെല്ലാം മേഖലകളിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ അപമാനപാത്രമായോ ആ മേഖലകളിൽ അഭിമാനത്തിന്റെ നാമമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ വിശുദ്ധമായ വലതുകരത്താൽ നീ ഏറ്റെടുക്കപ്പെടട്ടെ. നിന്റെ ജീവിതം ഏറ്റെടുക്കപ്പെടട്ടെ. നീ വിജയിക്കട്ടെ.